ഇന്ന് സൗണ്ടിന് ഭയങ്കര പ്രശ്നം, അതുകൊണ്ട് വീഡിയോ ഒന്നുമില്ല. ഹായ് ഗൈസ്, കുറേ കാലമായി ഞാൻ ഫേസ് കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ട് കുറേ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ഫേസ് റിവീൽ ചെയ്യണമെന്ന്. ഞാൻ ഷോർട്ട് വീഡിയോയിൽ മാത്രമേ ഫേസ് റിവീൽ ചെയ്തിട്ട് വീഡിയോ ഇട്ടുള്ളൂ. അപ്പം ഇന്ന് വീഡിയോ ഒന്നും ചെയ്യാൻ തൊണ്ട ശരിയല്ലാത്തതുകൊണ്ട് 2 അൺബോക്സിങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു 2 സംഭവങ്ങളുടെ ആ 2 എണ്ണം ഞാനിത് വാങ്ങി. ഇന്നല്ല, വാങ്ങിയിട്ട് കുറച്ച് ദിവസമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ആ 2 പ്രൊഡക്റ്റിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ ആ പ്രൊഡക്റ്റ് ഞാൻ ആദ്യം ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അതിലൊന്ന് ഇതാ, ഹോളി ലാൻഡിൻ്റെ ലാർക്ക് M2S. ഇതൊരു വയർലെസ് മൈക്കാണ്. ഇതിൻ്റെ വില, ഇത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയതല്ല, ഞാൻ ഓൺലൈനായിട്ട് ലാർക്ക് M2 വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് പക്ഷെ എന്തോ അന്നത് ആമസോണിൽ നിന്ന് വാങ്ങിയിട്ട് ആ സാധനം എൻ്റെ ഫോണിൽ കണക്റ്റ് ആവാൻ കഴിഞ്ഞിട്ട് ഞാൻ അത് റിട്ടേൺ വിട്ടു. പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഈ സാധനം ഉണ്ടായിരുന്നു M2S. അത് ഞാൻ എൻ്റെ ഫോണിൽ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അത് വർക്ക് ചെയ്തു. അപ്പോൾ പിന്നെ ഇത് വാങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇത് ഓൺലൈനിൽ നോക്കിയപ്പോൾ ഇതിൻ്റെ വില 15,000 രൂപ ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ അടുത്ത് ഇപ്പോൾ ഇത് കിട്ടുന്ന സ്ഥലം കോഴിക്കോടാണ്. കോഴിക്കോട് വിളിച്ച് ചോദിച്ചപ്പോൾ 13,500 പറഞ്ഞു. അങ്ങനെ അവിടെ പോയിട്ട് 500 അല്ല 13,300. അപ്പോൾ അവിടെ പോയിട്ട് ഇത് വാങ്ങിക്കൊടുന്നു. ഇതാണ് ഒന്നാമത്തെ പ്രൊഡക്റ്റ്. രണ്ടാമത്തെ പ്രൊഡക്റ്റ് ഇതെൻ്റെ വൈഫ് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. ബോംബെ ഷേവിങ് കമ്പനിയുടെ ഇത് ഫ്രണ്ട് ക്യാമറ ഷൂട്ട് ചെയ്യുന്ന കാരണം തല തിരിഞ്ഞാണ് വരുന്നത്. ബോംബെ ഷേവിങ് കമ്പനിയുടെ ഒരു ട്രിമ്മർ, ഫുൾ ബോഡി ട്രിമ്മർ. ഇത് സ്പെഷ്യൽ എഡീഷനാണ്. മറ്റേ ഇതിൽ ബോക്സൊക്കെ വരുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. ആദ്യം നമുക്ക് മൈക്കിൻ്റെ അൺബോക്സിങ് ഒന്ന് നോക്കാം. ഇതിൻ്റെ അകത്ത് ഓൾറെഡി സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ആവശ്യമില്ലാത്ത 2 സാധനങ്ങൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്, അത് കാണിക്കാം. അത് അൺബോക്സിങ് ഇപ്പോൾ അത്ര വലിയ കാര്യമൊന്നുമില്ലല്ലോ. ഇതാണ് ബോക്സ്, ചെറിയൊരു ബോക്സാണ്. ഇതിനകത്ത് ആദ്യം പേപ്പർ വർക്ക്സ് ഉണ്ട്. അതിൽ വി ആർ ഹിയർ ഫോർ യു, ഇത് ഇവരുടെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ കാര്യമൊന്നുമില്ല. കറണ്ട് പോയല്ലോ. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പം കറണ്ട് പോകും. എന്താ ചെയ്യുക? ഇനി ഇതിനകത്ത് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ഇത് കണ്ടല്ലേ, ഇത് മറ്റേ ക്യാമറയിലേക്ക് കണക്ട് ചെയ്യുന്ന ആ സാധനമാണ്. ഇത് എൻ്റെ കയ്യിൽ ക്യാമറ ഇല്ലാത്തതുകൊണ്ട് ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നില്ല. പിന്നെ ഉള്ളത് ലൈറ്റ്നിങ്, മറ്റേ ഐഫോണിലേക്ക് കണക്ട് ചെയ്യുന്ന പഴയ ഐഫോണില്ലേ, ലൈറ്റ്നിങ് കേബിളുള്ള ആ സാധനം. എൻ്റെ കയ്യിൽ ഐഫോൺ ഇല്ലാത്തതുകൊണ്ട് ഇതും ഞാൻ ഉപയോഗിക്കുന്നില്ല. കറണ്ട് വരട്ടെ, എന്ത് ചെയ്യുക. ഓക്കെ, കറണ്ട് വന്നു. ഈ ബോക്സ് മാറ്റി വയ്ക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ കിട്ടിയ ഒരു അടിപൊളി ഒരു സാധനമാണ്. ഇതാണ് ഈ ഹോളി ലാൻഡ് എന്ന് എഴുതിയ ഇവരുടെ ഈ നല്ല ക്വാളിറ്റിയുള്ള ഒരു പൗച്ചാണിത്. നല്ല കട്ടിയുണ്ട്, അടിപൊളി സാധനം. ഇതിനകത്ത് ആണ് ഞാൻ ഇപ്പോൾ സാധനം കിട്ടി വെച്ചിരിക്കുന്നത്. ഇതിലിപ്പോൾ ഉള്ളത് ഇതാ 2 ഡെഡ് ക്യാറ്റ്. നമ്മളെ ഈ വിൻഡ് കാറ്റടിക്കുന്ന സമയത്ത് അത് ഒഴിവാക്കുന്ന സാധനം. പിന്നെ ഉള്ളത് USB-C കേബിള്. ഇത് PC-ലോട്ടും കണക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ വേണമെന്നുണ്ടെങ്കിൽ ക്യാമറയിലേക്ക്, എനിക്കറിയില്ല ക്യാമറേൻ്റെ യൂസ് എങ്ങനെയാണെന്നറിയില്ല, ഇതുകൊണ്ട് ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ട്. ഇത്രയുമാണ് ഇതിൻ്റെ കൂടെ കിട്ടുന്ന ആക്സസറീസ്. പിന്നെ ഉള്ളത് നമ്മുടെ മൈക്ക്, വയർലെസ് മൈക്ക്. ഇതിൽ ഈ മറ്റേ ചാർജിങ് കേസാണ്. ഇതിൽ ഹോളി ലാൻഡിൻ്റെ ഒരു ഇത് എഴുതിയിട്ടുണ്ട്. ഇതിനകത്തുള്ളത് ഇതാണ്. 2 മൈക്രോഫോൺ ഉണ്ട്. പിന്നെ ഇത് മറ്റേ ക്യാമറയിലേക്ക് കണക്ട് ചെയ്യുന്ന സാധനം. ഇത് തന്നെ PC-യിലേക്ക് നമുക്ക് കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇത് ഇത് ഡയറക്റ്റ് ക്യാമറയിൽ കണക്ട് ചെയ്താൽ തന്നെ മൈക്കുമായിട്ട് പെയറാവും. അടിപൊളി, പെട്ടെന്ന് പരിപാടി ചെയ്യും. പിന്നെ ബട്ടൺ മൈക്ക്. മറ്റേ ലാർക്ക് M2 ആണെന്നുണ്ടെങ്കിൽ കാന്തായിരുന്നു, മാഗ്നറ്റ്. പക്ഷെ ഇതങ്ങനെയല്ല, ഇത് നമുക്ക് കോളറിൽ ഇങ്ങനെ ഇങ്ങനെ ഘടിപ്പിച്ചേക്കാം, അതൊന്നും അറിയുന്നില്ല. മറ്റേതാകുമ്പോൾ നമുക്ക് ഇവിടെ എവിടെ വേണമെങ്കിലും M2 ആയിരുന്നെങ്കിൽ എവിടെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. പക്ഷെ ഇത് ഇങ്ങനെ ഏതെങ്കിലും കൊളുത്തിയാക്കാൻ പറ്റുന്ന ഭാഗത്ത് മാത്രമേ വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ്. ഇനി നമുക്ക് ഇപ്പം ഞാൻ സംസാരിക്കുന്നതാണ് ഈ മൈക്കിലാണ്. ഇത് മൗണോൻ്റെ PD400X എന്ന് പറഞ്ഞിട്ടുള്ളൊരു മൈക്കാണ്. ഇതിലാണ് ഇപ്പോഴത്തെ വോയിസ് നിങ്ങൾ കേൾക്കുന്നത്. അപ്പം ഞാൻ ഇതിലേക്ക് സ്വിച്ച് ചെയ്യാൻ പോവാണ്. നോക്കാം അതിൻ്റെ ഇതെങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം, ഇതിൻ്റെ വ്യത്യാസം. ഇപ്പം ഞാൻ സംസാരിക്കുന്ന മൈക്കിനെക്കാട്ടിലും വില കൂടുതലാണ്
ഈ ഒരു സാധനത്തിന്. ഇതിന് 10,500 എങ്ങാണ്ടുള്ളായിരുന്നു ഈ മൈക്ക് വാങ്ങിയ സമയത്ത്. ഇതിന് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല 13,500 രൂപയാണ്. അപ്പോൾ നിങ്ങൾ ആ ക്വാളിറ്റി മനസ്സിലാക്കണം. പിന്നെ ഇതൊരു ഡൈനാമിക് പോഡ്കാസ്റ്റിങ്ങിന് വേണ്ടിയുള്ള മൈക്കാണ്. എന്തായാലും ഇതിൻ്റെ ക്വാളിറ്റി സൗണ്ട് ഇതിന് കിട്ടൂല. ഇതുപോലെ ഇങ്ങനെയുള്ള വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ടും പിന്നെ എന്തെങ്കിലുമൊക്കെ ഷോർട്ട് വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മൈക്ക് ഞാൻ മേടിച്ചത്. അപ്പോൾ ഇതിലേക്ക് സ്വിച്ച് ചെയ്യണേ. ഇപ്പോൾ ഇതിലേക്ക് സ്വിച്ച് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് ഇതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഇതുകൊണ്ട് മാറ്റിയേക്കാം. അപ്പം ഇതാണ് ഈ മൈക്കിൻ്റെ ക്വാളിറ്റി. ഇപ്പോൾ ഇതിന് നോയിസ് ക്യാൻസലേഷൻ ഉണ്ട്. ഇപ്പോൾ നോയിസ് ക്യാൻസലേഷൻ ഇല്ലാതെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഇവിടെ വെച്ച് സംസാരിക്കാം. അപ്പം നോയിസ് ക്യാൻസലേഷൻ ഇല്ലാതെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന് പറയണേ. ഇപ്പം ഞാനിതിൻ്റെ നോയിസ് ക്യാൻസലേഷൻ ഓൺ ആക്കാം കേട്ടോ. ഓക്കെ, ഇപ്പം നോയിസ് ക്യാൻസലേഷൻ ഓണായി. അപ്പോൾ ഇതാണ് ഈ മൈക്കിൻ്റെ റിവ്യൂ, അൺബോക്സിങ് കാര്യങ്ങൾ. ഇത് ഞാൻ ഇതിനു മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. അടിപൊളി സാധനമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നല്ല വോയിസ് ഉണ്ട്. 300 മീറ്ററോളം ഒക്കെ നമുക്ക് 300 മീറ്ററൊക്കെ അപ്പുറത്ത് പോയി നിന്ന് സംസാരിച്ചാൽ നല്ല ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും, അടിപൊളിയായിട്ട് കേൾക്കാൻ പറ്റും. പക്ഷേ ഞാനതൊന്ന് ടെസ്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ അതിനെ പറ്റിയ ആളല്ല. എനിക്കതിനെക്കുറിച്ച് അങ്ങനെ ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും അറിയൊന്നുമില്ല. എൻ്റെ പർപ്പസിന് ഇത് ഓക്കെയാണ്, അടിപൊളി സാധനമാണ്. ഇതാ രണ്ടാമത്തെ ജസ്റ്റ് ഇതൊന്ന് ഇതാക്കിയാൽ തന്നെ ഇത് കണക്റ്റ് ആവും. അതാണ് ഇതിൻ്റെ ഏറ്റവും നല്ലൊരു ഇതായിട്ട് ഞാൻ കാണുന്നത്. ഇഷ്ടപ്പെട്ടു, അടിപൊളി സാധനം. ഇതാണ് ഫസ്റ്റ് പ്രോഡക്റ്റ്. ഇപ്പം ഞാൻ ഈ സെക്കൻഡ് പ്രോഡക്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ട്രിമ്മറാണ്. അപ്പം അതിൻ്റെ കാര്യങ്ങൾ ഞാൻ ഈ മൈക്കിലൂടെ ആയിരിക്കും സംസാരിക്കുക. മറ്റേ ഇത് ഇനി ഒഴിവാക്കില്ലത് മാറ്റിയേക്കാം. ഇവ രണ്ടാമത്തെ പ്രൊഡക്റ്റ് എടുക്കാം. അതിന് മുമ്പ് സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി വെക്കട്ടെ. This is the second product that I purchased recently. ഇത് വാങ്ങിയിട്ട് ഇപ്പോൾ ഒരു ഒരാഴ്ചയല്ല, ഒരു മാസത്തോളമായി. ഈ മുടി കട്ട് ചെയ്തിരിക്കുന്നുണ്ടല്ലേ. എനിക്കങ്ങനെ വലിയ ഹെയർ ഗ്രോത്ത് ഉള്ള ആളല്ല. ഞാൻ ഉള്ളത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇത് ഈ ചുരുണ്ട മുടിയായത് കാരണം അങ്ങനെ വളർത്തി ഇടാറില്ല. അപ്പം ഈ സാധനം ഞാൻ കട്ട് ചെയ്തത് ഈ ഒരു ട്രിമ്മറിൽ ഞാൻ സ്വന്തമായിട്ട് കട്ട് ചെയ്തതാണ്. എന്തെങ്കിലും വൃത്തികേടൊന്നും ഇല്ലല്ലോ. ആകെ കുറച്ച് മുടിയേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ചെയ്തതാണ്. ഇനി ഇത് അൺബോക്സ് ചെയ്ത് തരാം കേട്ടോ. ഇതിൻ്റെ പേര് ബോംബെ ഷേവിങ് കമ്പനിയുടെ ഫുൾ ബോഡി. ഭയങ്കര ബോറായിരിക്കില്ല, ഭയങ്കര ബോർ. എനിക്ക് തന്നെ ബോറടിക്കുന്നു ഈ കറങ്ങനെ. കാരണം നമുക്കറിയില്ലല്ലോ എന്തൊക്കെയാണ് പറയേണ്ടത്, എന്തൊക്കെയാണ് ഇതാണ്ടത്. ഇതാണ് ഇതിൻ്റെ കൂടെ കിട്ടുന്ന ബോക്സ്. ഈ ബോക്സ് ഒരു മുതലാണ്. നല്ല ക്വാളിറ്റി ബോക്സാണ് അല്ലേ, നല്ല ക്വാളിറ്റി ബോക്സാണ്. ഇതിലാണ് എല്ലാ സാധനങ്ങളും സെറ്റാക്കി. ഇതല്ലേ ഇവിടെ ട്രിമ്മർ. ഇതാണ് ട്രിമ്മർ. ഇതിൻ്റെ ഒരു അടിപൊളി ഫീച്ചർ എന്ന് പറയുന്നത് ഇതാണ്. ഇത് ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററി പെർസെൻറ്റേജ് ഇവിടെ കാണാൻ പറ്റും. ഇതാണ് ഇപ്പോൾ 99% ചാർജ് ഉണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാതെ ഈ സാധനം ഇങ്ങോട്ട് റിമൂവ് ചെയ്യുക. അത് മാഗ്നറ്റാണ്. പെട്ടെന്ന് ഉണ്ടോ, ജസ്റ്റ് ഇങ്ങനെ വെച്ചെടുത്താൽ തന്നെ പിന്നെ ഇതിൻ്റെ വേറൊരു ഗുണം സൗണ്ട് തീരെ കുറവാണ്. ഞാൻ ഇതിനു മുമ്പ് ഉപയോഗിച്ചിരുന്ന ഒരു ട്രിമ്മറുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. 8 വർഷമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ട്രിമ്മർ. നമ്മുടെ ബിഗ് ബസാറിൻ്റെ ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു അത്. പക്ഷേ ബിഗ് ബസാറൊക്കെ ഇപ്പോൾ പൂട്ടിപ്പോയി. അത് കാരണം ആ സാധനം ഇപ്പോൾ വാങ്ങി കിട്ടുന്നില്ല. കൊറിയോന്നായിരുന്നു അതിൻ്റെ ആ ബ്രാൻഡിൻ്റെ പേര്. അത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അത് 8 വർഷമായിട്ട് ഉപയോഗിക്കുന്നത് ഇപ്പോഴും ഒരു കംപ്ലയിൻ്റ് ഇല്ല. പക്ഷേ അതിൻ്റെ ആക്സസറീസ് ഇങ്ങനത്തെ ഈ ക്ലിപ്പൊക്കെ പൊട്ടിപ്പോയി. എങ്കിലും അത് ഫുൾ ഷേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഭയങ്കര സൗണ്ടാണ്. ഇതിന് തീരെ സൗണ്ട് വളരെ കുറവാണ് ഈ സാധനത്തിന്. അങ്ങനെ ഒരു ഗുണമുണ്ട്. പിന്നെ ഇതിൻ്റെ ബ്ലേഡ് ജസ്റ്റ് ഇങ്ങനെ വെച്ചെടുത്ത് അങ്ങനെ ചെത്തി പോകും. നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് കറക്റ്റ് സൈസിൽ കിട്ടുകയും ചെയ്യും. നിങ്ങളൊരു ട്രിമ്മർ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ സാധനത്തിൽ ഇത് വാങ്ങിക്കോളൂ കേട്ടോ. അടിപൊളി സാധനം, ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നൊരു സാധനമാണ്. ഇനി ഇതിന് കൂടെ ഉള്ള സാധനങ്ങൾ ഒന്ന് ഈ സാധനം
ഇത് നമ്മൾ ഷേവ് ചെയ്തിട്ട് കുറ്റി ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇത് വെച്ചെടുത്ത് കഴിഞ്ഞാൽ ഫുള്ള് പക്ക ക്ലീൻ ഷേവ് ചെയ്ത പോലെ ആവും എന്നാണ് അവർ പറയുന്നത്. ഞാനിത് ഉപയോഗിച്ചിട്ടില്ല. പണ്ടൊരു സാധനം ഇതിൻ്റെ ലോക്കൽ ഒരു സാധനം മേടിച്ച് ഉപയോഗിച്ചപ്പോൾ ഭയങ്കരമായിട്ട് വേനച്ചതിനെ കൊണ്ട് എനിക്ക് ഇത് ഉപയോഗിക്കാൻ ധൈര്യമില്ല. ഭയങ്കര പറിച്ചും കെടുക്കും ഈ സാധനം. അതുപോലെ ഇത് ഉപയോഗിക്കില്ല. പിന്നെ ഉള്ളത് ഇതിലൂടെ എക്സ്ട്രാ ഒരു ബ്ലേഡാണ്. ഇത് നമുക്ക് ഷേപ്പ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാം. ഇതിപ്പോൾ ഈ ട്രിമ്മറിലുള്ള ഞാനിപ്പോൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് നല്ല വീതിയുള്ളൊരു ബ്ലേഡാണ്. ഇതിന് വീതി കുറവാണ്. അപ്പോൾ നമുക്ക് ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഷേപ്പ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഈ 2 ബ്ലേഡാണ് ഇതിൻ്റെ കൂടെ കിട്ടുന്നത്. പിന്നുള്ളത് ഫുൾ ബോഡി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇത് ഊരിയെടുക്കാൻ പറ്റും. ഇതാകുമ്പോൾ നല്ല ഷാർപ്പായിരിക്കും. ഇതിട്ട് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ബോഡി ഹെയറൊക്കെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ നല്ല സാധനമാണ്. പിന്നെ ലാസ്റ്റ് ആക്സസറി, ലാസ്റ്റല്ല, ഇത് മൂക്കിൻ്റെ ഉള്ളത്തെ രോമം എടുക്കാൻ ഉപയോഗിക്കാം. ഇതൊക്കെ ചടങ്ങാണ്, ഉപയോഗിക്കാനൊന്നുമില്ല. ഞാൻ ഉപയോഗിച്ച് നോക്കാം. പിന്നെ ഉള്ളത് ഒരു 3 mm ഒരു ക്ലിപ്പുണ്ട്, ഒരു 6 mm ഒരു ക്ലിപ്പുണ്ട്, ഒരു 9 mm ഒരു ക്ലിപ്പുണ്ട്. ഇതാണ് 9 mm. ഇത് 12 mm ഒരു ക്ലിപ്പ്. ഇത് വെച്ചിട്ടാണ് ഞാൻ ഹെയർ കട്ട് ചെയ്തത്. ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചെത്തി കളയും. അങ്ങനെ നല്ല അടിപൊളി സാധനം. പിന്നെ ഈ ഒരു സാധനം ഇതിന് യൂസ് ചെയ്യാൻ കാണിച്ചിട്ടാ. ഇതിന് ഈ വീതിയുള്ള ബ്ലേഡിൽ പറ്റില്ല. അപ്പോൾ ഈ വീതിയുള്ള ബ്ലേഡ് മാറ്റിയിട്ട് ചെറിയ ബ്ലേഡ് ഇടുക. എന്നിട്ട് ഈ സാധനത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഈ 3 mm എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇതിലിവിടെ എഴുതിയിട്ടുണ്ട്, സൈഡിൽ കാണുന്നില്ലേ? അതിൽ 2 mm, 3.5, 5, 6 ഇത്രയും സൈസിൽ നമുക്കിതിങ്ങനെ ഉണ്ടോ ഇങ്ങനെ മാറ്റാൻ പറ്റും. അങ്ങനെ മാറ്റിയിട്ട് ആ ഒരു ഇതിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എഴുന്നേറ്റ് പോടാ എന്നൊന്നും പറയല്ലേ. നമ്മൾ ആദ്യമായിട്ടാണ് അൺബോക്സിങ് ചെയ്യുന്നത് കേട്ടോ. അതിനുള്ളൊരു പ്രശ്നമുണ്ട്. സോറി, വല്ലാത്തൊരു സാഹസമായിരുന്നു. കാരണം ഒന്ന് വീഡിയോ റെക്കോർഡ് ചെയ്യാനേ സൗണ്ട് ഇല്ലാത്തതുകൊണ്ട് പ്രശ്നമാണ്. ഇനിയിപ്പോൾ ഇത് ഊരട്ടെ കേട്ടോ. ഇട്ടോ കുടിക്കല്ലോ. ഓക്കെ. പിന്നെ ഉള്ള വേറൊരു ഗുണം C ടൈപ്പ് കേബിളാണ്. അത് വലിയൊരു കാര്യമാണ്. പിന്നെ ക്ലീൻ ചെയ്യാനുള്ള ഒരു ബ്രഷ്, 2 തലയുള്ള ബ്രഷ്, പിന്നെ ഒരു ചേപ്പ്. ഇത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ കൂടെ കിട്ടുന്നത്. അപ്പോൾ നിങ്ങളൊരു ട്രിമ്മർ വാങ്ങാൻ നിങ്ങൾക്ക് ഇത്രയും ബഡ്ജറ്റ് ഉണ്ട്. ഇതിന് ഇത്രയും 3 സംതിങ് 4 റുപ്യേൻ്റെ അടുത്തൊക്കെയാണ്. 4 ആ ഒരു റേഞ്ചിലൊക്കെ വരുന്നൊരു ഇതാണ്. അപ്പോൾ നിങ്ങൾക്കിത് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ വാങ്ങിക്കോ. അടിപൊളി സാധനമാണ്. നല്ല ഒരു ഇതായിട്ട് നിൽക്കും. അപ്പോൾ ഒരു അൺബോക്സിങ് എന്ന എൻ്റെ ഒരു എളിയ ശ്രമമായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൈക്കൊന്ന് ടെസ്റ്റ് ചെയ്യണം എന്നുണ്ടായിരുന്നു. പിന്നെ ഒരു ലൈവ് പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ഒരു ലൈവ് വരണം എന്ന് നിങ്ങളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ലൈവ് വരണം എന്നല്ല പറയാം. അപ്പോൾ ലൈവ് വരണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അതിനെക്കൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ എടുത്തത്. അപ്പോൾ ഇതിൻ്റെ അഭിപ്രായം നിങ്ങൾ പറയണം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഇതാണ് ഞാൻ പറഞ്ഞ 8 വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ട്രിമ്മർ. ഇതിൻ്റെ പേരൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ടെങ്കിൽ കൊറിയ ഇവിടെ ഉണ്ട്. കൊറിയോ 8 വർഷമായിട്ട് ഉപയോഗിക്കുന്നത്. കാരണം ഇതിൻ്റെ സൗണ്ട് വല്ലാത്തൊരു സൗണ്ട്. നമ്മൾ ഇവിടെയൊക്കെ കട്ട് ചെയ്യുമ്പോൾ ചെവി ഭയങ്കര സൗണ്ടാണ്. ഇതൊന്നും ഒരു കുഴപ്പമില്ല. ഈ ഒരു പ്രൊഡക്റ്റ് പോളി സാധനമായിരുന്നു. പക്ഷേ അന്നത്തെ ടെക്നോളജിയാണ്. അതിനെക്കൊണ്ട് സൗണ്ടൊന്നും വലിയതല്ല. പിന്നെ ചാർജ് ഇപ്പോൾ ബാറ്ററി ബാക്കപ്പ് കുറഞ്ഞു. എന്നാലും ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു തവണ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാനുള്ള ചാർജൊക്കെ കിട്ടും. അപ്പോൾ ഇതാണ്. അപ്പോൾ ശരി, ബൈ.